ഹായ് മക്കളെ, നിങ്ങളെല്ലാവരും ഇപ്പോൾ നിങ്ങളുടെ +2 ബോർഡ് എക്സാമിൻ്റെ തിരക്കിലായിരിക്കും എന്നറിയാം. പക്ഷേ നിങ്ങൾ +2 ബോർഡ് എക്സാമിന് ശേഷം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതേണ്ട ഒരു കോമ്പറ്റേറ്റീവ് എക്സാമാണ് നമ്മുടെ കീം എക്സാം. നിങ്ങൾക്ക് മെയിനായിട്ടുള്ള 3 കോമ്പറ്റേറ്റീവ് എക്സാമുകളാണ് നീറ്റ്, JEE അതേപോലെ കീം. അതിൽ തന്നെ ഏറ്റവും എളുപ്പമുള്ള, അത്യാവശ്യം പഠിച്ചിട്ടുള്ള +1 +2 ബേസ്ഡ് ആയിട്ട് അത്യാവശ്യം നല്ലപോലെ പഠിച്ചൊരു കുട്ടികൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാമാണ് കീമിൻ്റെ എഞ്ചിനീയറിംഗ് എക്സാം. അപ്പോൾ ഞാൻ ഇവിടെ 2 ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. ആ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഞാൻ എന്തിനാണ് ഈ ക്വസ്റ്റ്യൻ എടുത്തതെന്ന് വെച്ചാൽ ഇതൊരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ ഞാൻ വേണമെങ്കിൽ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ റേറ്റ് ആൻഡ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് എ റിയാക്ഷൻ ആസ് സെയിം യൂണിറ്റ്. അതായത് റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റും റേറ്റിൻ്റെ യൂണിറ്റും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ റിയാക്ഷൻ്റെ ഓർഡർ എന്താണെന്നാണ് ചോദ്യം. നമുക്ക് അറിയുന്നൊരു കാര്യമാണ്. എന്താ അറിയുന്നത്? അതായത് ബേസിക് ഇക്വേഷൻ ഉണ്ട്. റേറ്റ് ഓഫ് റിയാക്ഷൻ ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് റേസ് ടു ഓർഡർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷനും റേറ്റ് കോൺസ്റ്റൻറ്റും സെയിം ആവണമെന്നുണ്ടെങ്കിൽ ഈ ടേം മൊത്തത്തിൽ 1 ആയാൽ പോരെ. എടാ, എ റേസ് ടു 0 എന്താ 1? ഏത് നമ്പർ റേസ് ടു 0 1 നമുക്കറിയാം. ഓക്കെ, അതുകൊണ്ട് ഇവിടെ n 0 കൊടുത്താൽ, n-ന് എന്ത് കൊടുത്താൽ 0 കൊടുത്താൽ എ റേസ് ടു 0 എന്താ 1. അപ്പോൾ എ റേസ് ടു 0 1 ആകുന്ന സമയത്ത് റേറ്റ് ഓഫ് റിയാക്ഷൻ ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് എഴുതി കൂടെ. അപ്പോൾ ഈ ഇക്വേഷനിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലായി. എന്ത്? റേറ്റ് ഓഫ് റിയാക്ഷൻ്റെ യൂണിറ്റും റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റും ആക്ച്വലി എന്താ സെയിം ആണ്. എപ്പോൾ n എന്താണെങ്കിൽ 1, n എന്താണെങ്കിൽ 0 ആണെങ്കിൽ. അപ്പോൾ n-ന് എവിടെ എന്ത് കൊടുക്കുക? 0 കൊടുത്താൽ റേറ്റ് ഓഫ് റിയാക്ഷനും റേറ്റ് കോൺസ്റ്റൻറ്റും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പം n 0 മീൻസ് 0 ഓർഡർ റിയാക്ഷനാണ്. അപ്പോൾ 0 ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് ഓഫ് റിയാക്ഷൻ്റെ യൂണിറ്റും റേറ്റ് കോൺസ്റ്റൻ്റ് യൂണിറ്റും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പം രണ്ടും സെയിം ആവുന്ന ഓർഡർ ഏതാണെന്ന ചോദ്യം. നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം? n = 0, അതായത് 0 ഓർഡർ റിയാക്ഷൻ. ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. എളുപ്പമാണല്ലോ. അതേപോലെ ഒരു ചോദ്യം കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് വർക്കൗട്ട് ചെയ്യാം. വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് കറണ്ട് റിക്വയർഡ് ടു ലിബറേറ്റ് 16 ഗ്രാം ഓക്സിജൻ? 16 ഗ്രാം ഓക്സിജൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ, ലിബറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്ര കറണ്ട് കൊടുക്കണം, എത്ര ചാർജ് കൊടുക്കണം എന്നാണ് ചോദ്യം. എത്ര ചാർജ് കൊടുക്കണം എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. കാരണം യൂണിറ്റ് നോക്കുമ്പോൾ എല്ലാം കുളമ്പാണ്. അത് കറണ്ട് യൂണിറ്റ് അല്ലാതെ ചാർജിൻ്റെ യൂണിറ്റ്. അപ്പോൾ ചാർജാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അറിയേണ്ട ഒരു കാര്യം ഉണ്ടെന്ത്? ഏതൊരാൾക്കും നിങ്ങൾ 1 ഫാരഡ് കൊടുത്താൽ അയാളുടെ ഇക്വലൻ്റ് മാസ്സാണ് ഡെപ്പോസിറ്റ് ചെയ്യുക. അത് നമുക്ക് പ്രൂവ് ചെയ്യാം. അതിന് കുറേ ഇക്വേഷൻസും ഒരു ഫാരഡേയുടെ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്യുന്നൊരു കാര്യമാണ് എന്ത്? ഏതൊരാൾക്കും 1 ഫാരഡ് കൊടുത്താൽ അയാളുടെ ഇക്വൽ മാസ് എന്താണോ അതാണ് ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓക്സിജന് 1 ഫാരഡ് കൊടുത്താൽ എത്ര ഡെപ്പോസിറ്റ് ചെയ്യുക? ഓക്സിജൻ്റെ ഇക്വൽ മാസ് ഡെപ്പോസിറ്റ് ചെയ്യുക. ഓക്സിജൻ്റെ ഇക്വൽ മാസ് എന്താ? ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എന്താ? ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16 ആണ്. അപ്പോൾ ഇക്വൽ മാസിന് കണ്ടുപിടിക്കുക അറ്റോമിക് മാസ് ബൈ വാലൻസി. ഓക്സിജൻ്റെ വാലൻസി എന്താ? ഓക്സിജൻ ഇസ് ഡൈവാലൻറ്റ്. അപ്പോൾ വാലൻസി എന്താ? 2 ആണ്. അപ്പോൾ 16/2 ചെയ്ത് എന്ത് കിട്ടും? 8 കിട്ടും. അപ്പോൾ ഓക്സിജൻ്റെ ഇക്വൽ മാസ് 8 ആണ്. ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16/2 ചെയ്താൽ എന്ത് കിട്ടും? 8 കിട്ടും. അപ്പം 1 ഫാരഡ് നിങ്ങൾ ഓക്സിജന് കൊടുത്താൽ 8 ഗ്രാമാണ് ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പോൾ 8 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യാൻ എത്ര വേണം? 1 ഫാരഡ് വേണം. അപ്പോൾ 16 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യാനോ 2 ഫാരഡ് വേണ്ടി വരും. 2 ഫാരഡ് മീൻസ് 2 × 96500. അത് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഓപ്ഷൻ ഇ ആയിരിക്കും എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ചോദ്യങ്ങൾ അത്യാവശ്യം പഠിച്ചൊരു കുട്ടിക്ക് +1 +2 ബേസിക് ഐഡിയ ഉള്ള, അത് അത്യാവശ്യം പഠിച്ച കുട്ടികൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാമാണ് കീം എക്സാം. അപ്പോൾ എന്ത് ചെയ്യാൻ? നിങ്ങൾ കോൺഫിഡൻസ് ഒന്നും പോകരുത്. നിങ്ങളുടെ ബോർഡ് എക്സാമിന് ശേഷം നമുക്ക് ആകെ 13 ഡേയ്സേ എന്തുള്ളൂ കീം എക്സാമിനുള്ളൂ. അതാണ് ഇപ്രാവശ്യത്തെ ഈ ഒരു ചലഞ്ച് നമുക്കുള്ളത്. കാരണം പഠിക്കാൻ സമയം വളരെ കുറവായിരിക്കും നിങ്ങൾ ബോർഡ് എക്സാമിന് ശേഷം. അപ്പോൾ ഈ ഒരു 13 ഡേയ്സ് നമുക്ക് എഫക്റ്റീവായിട്ട് എല്ലാം പഠിക്കൊന്നും വേണ്ട. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഭാഗം, പിന്നെ അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു പോയാൽ തന്നെ, അതേപോലെ +1 +2 അത്യാവശ്യം നല്ല ബേസ് ഉള്ള കുട്ടികൾക്ക് ഇത്രയും കാര്യം അതിൻ്റെ കൂടെ തന്നെ ചെയ്താൽ നമുക്ക് അത്യാവശ്യം വിചാരിച്ച ഡീസൻറ്റ് സ്കോർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കീമിൽ ലഭിക്കും. കാരണം നിങ്ങൾക്ക് മാത്രമല്ലല്ലോ, എല്ലാ കുട്ടികൾക്കും 14 ഡേയ്സ് ഒക്കെ പഠിക്കാനുള്ളൂ. അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ എത്രത്തോളം എഫക്റ്റീവായിട്ട് പഠിക്കുന്നുണ്ടോ, എത്രത്തോളം നല്ല ആവശ്യമുള്ള പഠിക്കേണ്ട കാര്യങ്ങൾ നല്ല ഫോക്കസ് ചെയ്ത് പഠിക്കുന്നുണ്ടോ, അതിനനുസരിച്ച് നമുക്ക് നല്ലൊരു സ്കോർ എന്ത് ചെയ്യും? ഈ ഒരു എക്സാമിലൂടെ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ഒട്ടും ടെൻഷനൊന്നും അടിക്കേണ്ട. നല്ലപോലെ എന്ത് ചെയ്യുക? ഇപ്പം നിങ്ങൾ ബോർഡ് എക്സാം തന്നെ ഫോക്കസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് നല്ലൊരു സിസ്റ്റമാറ്റിക് പ്ലാനിലൂടെ പോകണം. കീം 2.0 ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം? ഈ ബാച്ചിൽ എന്ത് ചെയ്യാം? അഡ്മിഷൻ എടുക്കാം. നല്ലപോലെ പഠിക്കുക. കോൺഫിഡൻസ് പോകരുത്.
പഠിക്കുന്ന അത്യാവശ്യം ബേസിക് ഐഡിയ ഉള്ള ഒരു കുട്ടികൾക്ക് ഒരു എഫക്റ്റീവ് ഒരു റിവിഷനും കൂടി ചെയ്താൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാം തന്നെയാണ് ഈ ഒരു എക്സാം. അപ്പോൾ നമുക്ക് ബാച്ചിൽ വെച്ച് കാണാം. അതുവരെ